നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നോക്കാം സ്ട്രിംഗ് പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ ലെങ്ത് പ്രോപ്പർട്ടി, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പഠിക്കും. പിന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് പഠിക്കും. സോ നമുക്കറിയാം സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. സോ സ്ട്രിങ്സിന് ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ. ഇറ്റ് ഹാസ് സെവറൽ പ്രോപ്പർട്ടീസ് ആൻഡ് മെത്തേഡ്സ് ഉണ്ട് ദാറ്റ് അലോസ് ഫോർ വേരിയസ് ഓപ്പറേഷൻസ് ലൈക്ക് സെർച്ചിങ്, എക്സ്ട്രാക്റ്റിംഗ്, പിന്നെ മാനിപ്പുലേറ്റിംഗ് ടെക്സ്റ്റ്. ഇതൊക്കെ നോക്കാം. ഫസ്റ്റ് നമുക്ക് സ്ട്രിങ്ങിൻ്റെ പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ലെങ്ത് പ്രോപ്പർട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രിങ് കൊടുക്കുകയാണ്. സോ ലെറ്റ് എസ് ടി ആർ എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് ഞാൻ സ്ട്രിങ് കൊടുക്കുകയാണ്. ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്ട്രിങ് കൊടുക്കുകയാണ്. ഓക്കെ, ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. സോ അതിന് വേണ്ടിയിട്ട് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ എസ് ടി ആറിൻ്റെ അകത്ത് ഹലോ വേൾഡ് ഉണ്ട്. അപ്പോൾ ഹലോ വേൾഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എസ് ടി ആർ ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. എസ് ടി ആർ ഡോട്ട് ലെങ്ത്. അപ്പം ഇത് നമ്മൾ നോർമലി ഏതിൻ്റെ അകത്താണ് കൊടുക്കേണ്ടത്? യെസ്, കൺസോൾ ഡോട്ട്, ഞാനിപ്പം വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യുകയാണേ. സോ എനിക്ക് എന്ത് കൊടുത്താൽ മതി? ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഓഫ് എസ് ടി ആർ ഡോട്ട് ലെങ്ത് ഇങ്ങനെ കൊടുത്തു. സോ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും എന്നുള്ളത് നോക്കാം. അപ്പം ഈ എസ് ടി ആറിൻ്റെ അകത്ത് ആരുണ്ട്? ഹലോ വേൾഡ്. അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കും. മീൻസ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് സ്പേസസും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എല്ലാം വരും. സോ 1 2 3 4 5 6 7 8 9 10 11. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്ര? 11 വരും. സോ നമുക്കിവിടെ ആൻസർ 11 വരണം. യെസ്, 11 ആണ്. സോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാം. The length of string is. Okay, length of string is എന്ന് കൊടുത്തിട്ട് പ്ലസ് ഞാൻ എന്ത് കൊടുത്തു? പ്ലസ് കൊടുത്താലേ എന്ത് കിട്ടത്തുള്ളൂ? അതിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്ത് വരത്തുള്ളൂ. സോ നമുക്കിത് നോക്കാം. യെസ്, ദ ലെങ്ത് ഓഫ് സ്ട്രിങ് ഈസ് 11. ലെങ്ത് ഓഫ് സ്ട്രിങ് ആണ് ഞാൻ വിത്തിൻ ഡബിൾ കോട്ട്സിന് കൊടുത്തത്. പിന്നെ എസ് ടി ആർ ഡോട്ട് ലെങ്ത്. അപ്പം എസ് ടി ആർ ഡോട്ട് ലെങ്തിൻ്റെ അകത്ത് എന്ത് വരും? ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്, ദാറ്റ് ഇസ് എന്ത് വന്നു? 11 വന്നു. ആ വാല്യൂ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, എസ് ടി ആർ ഡോട്ട് ലെങ്തിൻ്റെ അകത്ത് 11 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്, അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ ലെങ്ത് പ്രോപ്പർട്ടി, സ്ട്രിങ്ങിൻ്റെ പ്രോപ്പർട്ടി, ആ ലെങ്ത് പ്രോപ്പർട്ടി പഠിച്ചു. ഇനി ഡിഫറെൻറ്റ് സ്ട്രിങ് മെത്തേഡ്സ് നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. സോ എൻ്റെ സ്ട്രിങ് ഇതാണ്. എൻ്റെ സ്ട്രിങ് ഹലോ എന്നാണ്. ഓക്കെ, എൻ്റെ സ്ട്രിങ്ങിൻ്റെ പേര് ഹലോ. ഓക്കെ, ഹലോ എന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ സ്ട്രിങ്ങിൻ്റെ പേര് ഹലോ എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഫസ്റ്റ് മെത്തേഡ് പറയാൻ പോകുന്നത് ടു അപ്പർ കേസ്. അതായത് എൻ്റെ ഈ സ്ട്രിങ്ങിനെ ഞാൻ എന്ത് ചെയ്യാണ്? അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടു അപ്പർ കേസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിൻ്റ് ചെയ്യണ്ടേ? സോ ഞാൻ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഓഫ് എസ് ടി ആറിനെയാണ് ഞാൻ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? അപ്പർ കേസിലോട്ട്. സോ അതിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടു അപ്പർ കേസ്. സോ ഇതിൽ യു സി മാത്രമാണ് എന്താവുന്നത്? ക്യാപിറ്റൽ ലെറ്റർ ആവുന്നത്. ജസ്റ്റ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പം എനിക്ക് എന്ത് വരണം? ഈ സ്ട്രിങ്ങിനെ, അതായത് ഹെലോ എന്ന സ്ട്രിങ്ങിനെ ഫുൾ ക്യാപ്സ് ആക്കും. യെസ്, ക്യാപിറ്റൽ ലെറ്റർ ഹെലോ എന്ന് പറഞ്ഞു. സോ ഇത്രയേ ഉള്ളൂ. സോ വാട്ട് ഈസ് എ ഫങ്ഷൻ ഓഫ് ടു അപ്പർ കേസ്? ടു കൺവേർട്ട്സ് എ സ്ട്രിങ്സ് ടു അപ്പർ കേസ്, ഫുൾ ക്യാപ്സ് ആക്കാം. ഇനി അതിപ്പോൾ ലോവർ കേസ് ആക്കണമെങ്കിലോ? ഞാനിത് ഫുൾ ക്യാപിറ്റൽ ലെറ്ററാണ് ഹലോ എന്നുള്ളത്. ഇതിനെ എനിക്ക് ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ എന്താക്കിയാൽ മതി? ടു അപ്പർ കേസ് എന്നുള്ള ഇവിടെ എന്താക്കണം? ടു ലോവർ കേസ് ആക്കണം. അത്രയേ ഉള്ളൂ. സോ നമ്മൾ 2 മെത്തേഡ്സ് പഠിച്ചു. എനിക്ക് യെസ്,
ക്യാപിറ്റൽ ലെറ്റർ ഹെലോ എന്നാണ് കൊടുത്ത് ഞാൻ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ എന്ത് വന്നു? എല്ലാം സ്മോൾ ലെറ്റർ വന്നു. അപ്പോൾ സോ നമ്മൾ രണ്ട് മെത്തേഡ് ഇപ്പോൾ പഠിച്ചു, 2 അപ്പർ കേസും 2 ലോവർ കേസും. സോ സ്ട്രിങ്ങിനെ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും, ഒരു സ്ട്രിങ്ങിനെ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യും. തേർഡ് മെത്തേഡ് ഇസ് ക്യാർ അറ്റ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ക്യാർ അറ്റിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാക്റ്റ് ചെയ്യുക, സ്പെസിഫൈഡ് ഇൻഡെക്സിലുള്ള ക്യാരക്ടർ എക്സ്ട്രാക്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, എൻ്റെ സ്ട്രിങ് ഏതിൻ്റെ അകത്താണ്? എസ് ടി ആറിൻ്റെ അകത്താണ്. സോ എസ് ടി ആർ ഡോട്ട് ക്യാർ അറ്റ് എ മാത്രം. ക്യാർ അറ്റ് മീൻസ് ഒരു സ്പെസിഫൈഡ് ഇൻഡെക്സിലുള്ള ക്യാരക്ടർ റിട്ടേൺ ചെയ്യണം. സോ ഞാൻ ക്യാർ അറ്റ് ഓഫ് 3 എന്ന് കൊടുത്തു. ക്യാർ അറ്റ് ഓഫ് 3 എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ ഇൻഡെക്സ്, ഹെലോവിൻ്റെ ഇൻഡെക്സ് എച്ച് എന്ന് പറഞ്ഞാൽ 0th ഇൻഡെക്സ്, ഇ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഡെക്സ്, എൽ എന്ന് പറഞ്ഞാൽ 2, ക്യാപിറ്റൽ സെക്കൻഡ് ക്യാപിറ്റൽ എൽ എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഹലോ ജാവ സ്ക്രിപ്റ്റ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു 8 കൊടുക്കാം. 8 വരുമ്പോൾ ഏത് വരും? ഹെലോ എന്ന് പറഞ്ഞാൽ 0, എച്ച് എന്ന് പറഞ്ഞാൽ 0, ഇ എന്ന് പറഞ്ഞാൽ 1, തേർഡ് എൽ 2, ഫോർത്ത് എൽ 3, ഇത് 4, സ്പേസ് 5, J6, A7, B ആണ് 8 എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ക്യാരക്ടർ അവിടെ വരും? ആ സ്പെസിഫൈഡ് ഇൻഡെക്സിലുള്ള ക്യാരക്ടർ റിട്ടേൺ ചെയ്യും. ഇപ്പം ഇത് ഏത് ക്യാരക്ടർ? വി. നമുക്ക് ഔട്ട്പുട്ട് വി ആയിരിക്കും വരുന്നത്. നോക്കാം. യെസ്, ക്യാപിറ്റൽ ലെറ്റർ വി. ഓക്കെ, കാരണം നമ്മൾ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് 0 ആണ്. സോ വാട്ട് ഇസ് ദ യൂസേജ് ഓഫ് ക്യാരക്ടർ ഓഫ് ഇൻഡെക്സ്? റിട്ടേൺസ് എ ക്യാരക്ടർ അറ്റ് ദ സ്പെസിഫൈഡ് ഇൻഡെക്സ്. ആ സ്പെസിഫൈഡ് ഇൻഡെക്സിലുള്ള ക്യാരക്ടർ റിട്ടേൺ ചെയ്യും. ഇനി നെക്സ്റ്റ് വൺ ഇസ് ഇൻക്ലൂഡ്സ് ഓഫ് സബ്സ്ട്രിങ്. അതായത് നമ്മൾ ചെക്ക് ചെയ്യാൻ നമ്മുടെ സ്ട്രിങ്ങിൻ്റെ അകത്ത് ആ സബ്സ്ട്രിങ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഒന്നിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. അതായത് ഇപ്പം ഹലോ ജാവ അല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റ് ഈസ് ഫൺ എന്ന് ഞാൻ കൊടുത്തു. ജാവ സ്ക്രിപ്റ്റ് ഈസ് ഫൺ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം ഇൻക്ലൂഡ്സ് എന്ന് പറയുന്ന സ്ട്രിങ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രിങ്, ഇതിൻ്റെ അകത്തുള്ളൊരു സബ്സ്ട്രിങ് ആണ് ഈസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്ത് സബ്സ്ട്രിങ് ആയ ഈസ് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻക്ലൂഡ്സ്. ഓക്കെ, ഇൻക്ലൂഡ്സ് ഓഫ് ബ്രാക്കറ്റിനകത്ത് എന്ത് കൊടുക്കും? സബ്സ്ട്രിങ് കൊടുക്കും. എനിക്ക് സബ്സ്ട്രിങ് ചെക്ക് ചെയ്യേണ്ടത് ഫൺ എന്ന് പറഞ്ഞൊരു സബ്സ്ട്രിങ് ഇതിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. സോ ജസ്റ്റ് ഞാനിങ്ങനെ കൊടുത്തു. അപ്പം ഈ എസ് ടി ആറിൻ്റെ അകത്ത് ജാവ സ്ക്രിപ്റ്റ് ഇസ് ഫൺ, അതിൻ്റെ അകത്ത് ഫൺ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ നോക്കും. മീൻസ് ഒരു സബ്സ്ട്രിങ് അല്ലേ, ഫൺ എന്ന് പറഞ്ഞൊരു സബ്സ്ട്രിങ് ആണ്, ഉണ്ടോ ഇല്ലേ നോക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് റൺ ചെയ്യാം. ട്രൂ, യെസ് ഉണ്ട് അല്ലേ. ഫൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി സബ്സ്ട്രിങ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് റിട്ടേൺ ട്രൂ വന്നു. ഇനി ഞാൻ ഇതിനെ സ്മോൾ ലെറ്റർ ഫൺ എന്ന് കൊടുത്തു, സേവ് ചെയ്തു, റൺ ചെയ്തു. ഫോൾസ്. അപ്പോൾ എന്താണ്? അപ്പോൾ ഇവിടെ എന്താ വന്നത്? ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ഫണ്ടാണ്, പക്ഷെ ഞാൻ കൊടുത്തത് സ്മോൾ ലെറ്റർ ഫണ്ട്. ഇങ്ങനെ ഒരു സ്മോൾ ലെറ്റർ ഫണ്ട് ഈ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്തുണ്ടോ? ഇല്ല, അതുകൊണ്ടാണ് അവിടെ ഫോൾസ് വന്നത്. അതേപോലെ ഇപ്പോൾ വേറെ ഒരു ഇത് കൊടുത്തത് ജാവ സ്ക്രിപ്റ്റിന് പകരം ഞാൻ ജാവ ആണ് കൊടുത്തത്, എന്നാലും ഇവിടെ എന്തേ വരത്തുള്ളൂ? ഫോൾസേ വരത്തുള്ളൂ. ഫോൾസ് അല്ല. കാരണം എന്താണ്? ഇവിടെ ജാവ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഇതിൻ്റെ അകത്തുണ്ടല്ലോ, അതുകൊണ്ട് അവിടെ ട്രൂ എന്ന് കാണിച്ചു. മനസ്സിലായോ? സ്ട്രിങ് ആണല്ലോ, വേർഡല്ല അവിടെ ചെക്ക് ചെയ്യുന്നത്. ജാവ എന്നും സ്ട്രിങ് ഉണ്ടോ? അപ്പം ജാവ എന്ന് ഞാൻ കൊടുത്തു. ഇങ്ങനെ സ്ട്രിങ് ഇവിടെ ഉണ്ടോ? ഇല്ല, അതുകൊണ്ട് അവിടെ ഫോൾസ് കാണിക്കും. മനസ്സിലായോ? അപ്പം ഇതെല്ലാം ഒരു സ്ട്രിങ് ആണ്. നമുക്കിവിടെ ഇൻക്ലൂഡിങ് സ്പേസ് ഒരു സ്ട്രിങ് ആണ്. കാരണം ഇവിടെ നമ്മൾ ജസ്റ്റ് ജാവ കൊടുത്തപ്പോൾ ജാവ എന്ന് പറഞ്ഞാൽ ഈ ഒരു സബ് സ്ട്രിങ് അല്ലേ ഉണ്ട്. ഈ സ്ക്രിപ്റ്റ് എന്ന് മാത്രം കൊടുത്തു നോക്കിക്കേ, എന്നാലും വരും. സ്ക്രിപ്റ്റ് എന്ന് മാത്രം കൊടുത്താലും വരും. കാരണം സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രിങ്ങിലെ സബ് സ്ട്രിങ് ആണ്. സോ ഇൻക്ലൂഡ്സിൻ്റെ യൂസേജ് ഇതാണ്. ചെക്സ് ഇഫ് എ സ്ട്രിങ് കണ്ടെയ്ൻസ് എ സബ് സ്ട്രിങ്, ഉണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, ഇല്ലെങ്കിൽ ഫോൾസ്. നെക്സ്റ്റ് ഇസ് ഇൻഡെക്സ് ഓഫ്. നെക്സ്റ്റ് ഇത് ഇൻഡെക്സ് ഓഫ്. ഇൻഡെക്സ് ഓഫ് എന്ന് പറയുന്നത് പൊസിഷൻ ഓഫ് ദ ഫസ്റ്റ് ഓക്കറൻസ് ഓഫ് എ സബ് സ്ട്രിങ്. അതായത് നമ്മൾ കൊടുക്കുന്ന സബ് സ്ട്രിങ്ങിൻ്റെ പൊസിഷൻ റിട്ടേൺ ചെയ്യും.
ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്ട്രിങ്ങിൻ്റെ അകത്തുള്ള ഞാൻ ഇൻഡെക്സ് ഓഫ് സബ്സ്ട്രിങ്, എനിക്ക് ഈസ് എന്ന് പറഞ്ഞ സബ്സ്ട്രിങ്ങിൻ്റെ പൊസിഷൻ അറിയണം. സോ ഞാൻ എന്ത് കൊടുത്തു, ഇൻഡെക്സ് ഓഫ് വിത്തിൻ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഞാൻ ഈസ് എന്ന് കൊടുത്തു. ഓക്കെ, ഈസ് എന്ന് കൊടുത്തു. ഇനി ഞാനൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്യാണ്. എന്ത് വരും, 11. അപ്പം ഈസിൻ്റെ സ്റ്റാർട്ടിങ് നോക്കാം. 0 1 2 3 4 5 6 7 8 9 10 11. അപ്പം ഈസ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്, 11th ഇൻഡെക്സിലാണ്. സോ അതാണ് അവിടെ 11 വന്നത്. ഇനി എഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫണ്ണ് സബ്സ്ട്രിങ് ആയ നമുക്ക് സ്ക്രിപ്റ്റ് നോക്കാം. സ്ക്രിപ്റ്റ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പം 0 1 2 3 4 ആയിരിക്കും വരുന്നത്. യെസ്, ഇത്രയേ ഉള്ളൂ. അത് എവിടെയാണ് ഫസ്റ്റ് ഒക്കർ ചെയ്യുന്നത് അതായിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ, പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് എന്തേ വരത്തുള്ളൂ, ഈ സ്ക്രിപ്റ്റിൻ്റെ പൊസിഷൻ വരുമോ അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റിൻ്റെ പൊസിഷൻ വരും. അതാണ് ഫസ്റ്റ് ഒക്കറൻസ് ഓഫ് ദി സബ്സ്ട്രിങ്. ആ സബ്സ്ട്രിങ് എവിടെയാണ് ഒക്കർ ചെയ്യുന്നത് അതാണ് വരുന്നത്. സോ ഇവിടെ സ്റ്റിൽ എന്തേ വരത്തുള്ളൂ, 4 വരത്തുള്ളൂ. കാരണം ഫസ്റ്റ് ഒക്കറേ ചെയ്യും. സോ ഫസ്റ്റ് ഒക്കറേ ചെയ്യുന്നത് എവിടെയാണ്, ഫസ്റ്റ് ഒക്കർ ചെയ്യുന്നത് ഈ 4th പൊസിഷൻ. അതാണ് അവിടെ 4 വന്നത്. ഇനി ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഇല്ലെങ്കിലോ, ഞാൻ സെറ്റ് നോക്കി ഇങ്ങനൊരു സ്ക്രിപ്റ്റ്, ഇങ്ങനൊരു സബ്സ്ട്രിങ് ഇതിൻ്റെ അകത്തുണ്ടോ, സെറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ ഔട്ട്പുട്ട് വരുമെന്ന് നോക്കാം. യെസ്, -1. അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു സബ്സ്ട്രിങ് ഇല്ലെങ്കിൽ എന്ത് കാണിക്കും, -1 കാണിക്കും. കാരണം സെറ്റ് എന്ന് പറഞ്ഞൊരു സബ്സ്ട്രിങ് ഇതിൻ്റെ അകത്തില്ല. ഇനി SSC എന്ന് മാത്രം കൊടുത്താലോ, ഉണ്ട് അല്ലേ, അത് വരും. കാരണം സ്ക്രിപ്റ്റിൻ്റെ അകത്തുള്ള SSC വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പം നമ്മൾ 5 സ്ട്രിങ് മെത്തേഡ്സ് പഠിച്ചു. 2 upper case, 2 lower case, then char at, then includes substring, then index of substring. Then 6th one is slice. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സ്ലൈസ് എന്താണെന്നുള്ളത്. സ്റ്റാർട്ടും ഉണ്ട് എൻഡ് ഉണ്ടാവും. എന്നുവെച്ചാൽ ഒരു പാർട്ട് ഓഫ് എ സ്ട്രിങ്ങിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ സ്ട്രിങ് എങ്കിൽ, ഇതാണ് എൻ്റെ സ്ട്രിങ് എങ്കിൽ ഇതിൽ നിന്ന് എനിക്ക് സ്ക്രിപ്റ്റ് മാത്രം എക്സ്ട്രാക്ട് ചെയ്യണം. സ്ക്രിപ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം ഞാൻ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്, സ്ലൈസിൻ്റെ അകത്ത് സ്റ്റാർട്ടും കൊടുക്കണം എൻഡും കൊടുക്കണം. ഇപ്പം ഞാൻ 0,4 എന്ന് കൊടുത്തു. 0,4 എന്താ ഔട്ട്പുട്ട് വരുമെന്ന് നോക്കാം. യെസ്, ജാവ എന്ന് പറഞ്ഞു. മീൻസ് 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് 4th പൊസിഷൻ, അതായത് 0 1 2 3. ഓക്കെ, മീൻസ് ഇവിടെ ലെങ്ത്, അതായത് 0 സ്റ്റാർട്ടാണ്. എൻഡ് എന്ന് പറയുന്നത് എൻ്റെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം ഞാൻ ജസ്റ്റ് 0 മാത്രം കൊടുക്കുന്നെങ്കിൽ എന്ത് വരും, ജാവ സ്ക്രിപ്റ്റ് ഇസ് ഫുൾ വരും അല്ലേ. ഇപ്പം ഞാൻ ഒരു 2 തൊട്ടാണ് കൊടുത്തെങ്കിലോ, 2 തൊട്ടാണെങ്കിൽ ഏതൊട്ടേ വരത്തുള്ളൂ, 2 തൊട്ടാണെങ്കിൽ 0 1 2 തൊട്ടേ വരത്തുള്ളൂ, അതായത് ഇത് തൊട്ടേ വരത്തുള്ളൂ. ഇനി ഞാൻ എൻഡും കൂടെ കൊടുക്കുകയാണ്. 2,4 കൊടുത്തു, 2,8 കൊടുത്തു. 2,8 കൊടുക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കേണ്ടത് 2 ന്ന് സ്റ്റാർട്ട് ചെയ്യണം. 0 1 2. അപ്പോൾ ഇത് തൊട്ട് ഏത് വരെ പോകണം, 8 അല്ല 7 വരെയാണ്. ഓക്കെ, അതായത് 2 3 4 5 6 7.
7 വരെ പോകത്തുള്ളൂ. നമ്മൾ ഓൾറെഡി പൈത്തണിൽ പഠിച്ചിട്ടുള്ളതാണ്. സ്ലൈസ് യൂസ് ചെയ്യുമ്പം സ്റ്റാർട്ടിങ് ഇൻഡെക്സ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. എൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും. അപ്പോൾ 2 8 എന്ന് പറഞ്ഞാൽ 2 സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ 8 ആയതുകൊണ്ട് 7 വരും. ഓക്കെ, സോ 2 സ്റ്റാർട്ട് ചെയ്യും. 2 0 1 2 അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ 8 അല്ല 7. 2 3 4 5 6 7. സോ ഇതാണ് സ്ലൈസിൻ്റെ യൂസേജ്. അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് റീപ്ലേസ്. വാട്ട് ഈസ് എ യൂസേജ് ഓഫ് റീപ്ലേസ് ഫങ്ഷൻ? റീപ്ലേസ് എന്ന് പറയുന്നത് റീപ്ലേസിൻ്റെ അകത്ത് സെർച്ച് ചെയ്യാനുള്ളതുണ്ട്, റീപ്ലേസ് വിത്തുണ്ട്. 2 പാരാമീറ്ററാണ് അകത്ത് വരുന്നത്. റീപ്ലേസിൻ്റെ അകത്ത് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള സ്ട്രിങ്ങും കൊടുക്കാം, ആ സ്ട്രിങ്ങിനെ റീപ്ലേസ് ചെയ്ത് എന്ത് വരണം എന്നുള്ള സ്ട്രിങ് രണ്ടാമത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു സ്ട്രിങ് ഉണ്ടെങ്കിൽ, അപ്പം ഇവിടെ എനിക്ക് ജാവാസ്ക്രിപ്റ്റ് ഈസി, ഫണ്ണിന് പകരം അവിടെ എന്ത് വരണം? ഈസി വരണം. അപ്പോൾ ഏത് സ്ട്രിങ്ങാണ് ഞാൻ സെർച്ച് ചെയ്യേണ്ടത്? ഫൺ. ആ സ്ട്രിങ്ങിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? രണ്ടാമത് കൊടുക്കുക. രണ്ടാമത് എനിക്ക് ഫണ്ണിനെ റീപ്ലേസ് ചെയ്തിട്ട് ഈസി എന്നാക്കണം. ഓക്കെ, ഫണ്ണിനെ റീപ്ലേസ് ചെയ്തിട്ട് എനിക്ക് ഈസി എന്നാക്കണം. സോ നമുക്കിപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെ വരും? ജാവാസ്ക്രിപ്റ്റ് ഈസി എന്ന് വരും. ഓക്കെ, യെസ്, JavaScript is easy. So what is the usage of replace method? Replace method എന്ന് പറയുന്നത് നമുക്ക് സെർച്ച് ചെയ്യേണ്ട സ്ട്രിങ്, സബ് സ്ട്രിങ്, ആ സ്ട്രിങ്ങിനെ വേറൊരു സ്ട്രിങ് വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ്. സോ ഫസ്റ്റ് സെർച്ച് ചെയ്ത സ്ട്രിങ്, ആ റീപ്ലേസ് ചെയ്യേണ്ട സ്ട്രിങ് രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് കൊടുക്കും. ഓക്കെ, സോ ഇതാണ് റീപ്ലേസ് എന്ന് പറഞ്ഞ മെത്തേഡ്. നെക്സ്റ്റ് വൺ ഇസ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ മെത്തേഡും അതും പൈത്തണിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സ്ട്രിങ്ങിനെ അറേ ആക്കി സ്പ്ലിറ്റ് ചെയ്യുക ബേസ്ഡ് ഓൺ എ സെപ്പറേറ്റർ. അതായത് ഇപ്പം ഈ സ്ട്രിങ്ങിൻ്റെ അകത്ത് ഞാനൊരു ലിസ്റ്റ് കൊടുക്കുകയാണ്. സ്ട്രിങ്ങിൻ്റെ അകത്ത് ആപ്പിളുണ്ട്, ബനാന ഉണ്ട്, ദെൻ ചെറി ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഓഫ് str.split ഓഫ് വിത്തിൻ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ഇങ്ങനെ കൊടുത്തു. എങ്ങനെ ഔട്ട്പുട്ട് വരും എന്നുള്ളത് നോക്കാം. എങ്ങനെ വന്നു? നമുക്കിവിടെ എന്താ വന്നത്? സ്ട്രിങ്ങിനെ ഒരു അറേ ബേസ്ഡ് ആക്കി സെപ്പറേറ്റർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് വന്നു അല്ലേ? സ്പ്ലിറ്റ് ചെയ്ത് വന്നു, കോമയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വന്നു. സോ ഇതാണ് സ്പ്ലിറ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ഇസ് ട്രിം. ട്രിം എന്ന് പറയുന്നത് വൈറ്റ് സ്പേസ് ബോത്ത് എൻഡ്സ് ഓഫ് എ സ്ട്രിങ്, 2 എൻഡ്സ് ഓഫ് എ സ്ട്രിങ്ങിൽ നിന്ന് സ്പേസസ് എലിമിനേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ചെറി എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ ഒരു സ്പേസും ഉണ്ട്, ഞാൻ അതിന് ശേഷം ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സ്പേസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ട്രിം എന്ന് പറഞ്ഞ മെത്തേഡ് ജസ്റ്റ് ട്രിം എന്ന് മാത്രം കൊടുക്കാം. അപ്പം ഞാൻ ശരിക്കും നമുക്ക് ഇവിടെ സ്പേസ് കാണാൻ പറ്റാത്തതാണ്. ആക്ച്വലി ചെറിക്ക് മുന്നുള്ള സ്പേസ് പോയിട്ടുണ്ട്. ഇപ്പം ട്രിം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം ട്രിം ഇവിടെ ഞാൻ കുറേ സ്പേസ് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. അപ്പം ഞാൻ ട്രിം കൊടുത്തില്ല, വെറും str മാത്രമേ കൊടുത്തോളൂ എങ്കിൽ, വെറും str മാത്രമേ കൊടുത്തോളൂ എങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ,
അത് കുറച്ചും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി ഡോട്ട് ട്രിം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഞാനിവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ട് കുറച്ച് സ്പേസ് കൊടുക്കും. അപ്പം ഞാനിത് ജസ്റ്റ് സേവ് ചെയ്ത് റൺ ചെയ്യുമ്പോഴത്തേക്കും നോർമലി എക്സ്ക്ലമേഷൻ മാർക്ക് വന്നു. ഈ സ്പേസ് ഇവിടെ എലിമിനേറ്റ് ചെയ്ത് ഈ സ്പേസും എലിമിനേറ്റ് ചെയ്ത്, അതാണ് ഈ ട്രിമ്മിൻ്റെ യൂസേജ്. രണ്ട് സ്ട്രിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലുള്ള സ്പേസ് ഒന്ന് റിമൂവ് ചെയ്യും. ദാറ്റ്സ് എ യൂസേജ് ഓഫ് ട്രിം. ലാസ്റ്റ് വൺ ഇസ് 10th വൺ ഇസ് കോൺകാറ്റ്. കോൺകാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ രണ്ട് സ്ട്രിങ് ഉണ്ട്. അപ്പം ഞാൻ ഇത് ഫസ്റ്റ് str1ൻ്റെ അകത്ത് ഹെലോ എന്ന് പറഞ്ഞ സ്ട്രിങ് ഉണ്ട്, str2ൻ്റെ അകത്ത് വേൾഡ് എന്ന് പറഞ്ഞ സ്ട്രിങ് ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഓഫ് str1 ഡോട്ട് സിൻടാക്സ് എങ്ങനെയാണ് str1 ഡോട്ട് concat ഓഫ് str2. ഓക്കെ, ഹലോ വേൾഡ് വന്നു, ഹലോ വേൾഡ്. പക്ഷെ സ്പേസ് ഇല്ല. സ്പേസ് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു സ്പേസ് കൊടുത്തു, എന്നിട്ട് ഞാൻ സേവ് ചെയ്തിട്ട് റൺ ചെയ്തു. അപ്പോൾ എന്ത് വന്നു? സ്പേസ് വന്നു. കാരണം ഹലോ കഴിഞ്ഞിട്ട് സ്പേസ് വേണമെങ്കിൽ വേൾഡിന് മുന്നേ ഞാൻ തൊട്ട് സ്പേസ് കൊടുത്തല്ലേ, ഹലോ കഴിഞ്ഞിട്ട് സ്പേസ് കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ രണ്ട് സ്ട്രിങ് ആണ്, ഹലോയും str1ൻ്റെ അകത്ത് ഹലോയും str2ൻ്റെ അകത്ത് വേൾഡും. ഈ രണ്ട് സ്ട്രിങ്ങിനെ ഞാൻ എന്ത് ചെയ്തു? കോൺകാറ്റിനേറ്റ് ചെയ്തു യൂസിങ് ദ മെത്തേഡ് കോൺകാറ്റ്. അപ്പോൾ ഫസ്റ്റ് സ്ട്രിങ് ഡോട്ട് കോൺകാറ്റ് ഓഫ് സെക്കൻഡ് സ്ട്രിങ്. നമുക്ക് എന്ത് വരും? അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറഞ്ഞാൽ സ്ട്രിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. വേറെ 10 മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് വൺ ഇസ് ടു അപ്പർ കേസ്, second one is to lower case, third one is char act of index, fourth one is includes substring, fifth one is index of substring, sixth one is slice start end, seventh one is replace ബ്രാക്കറ്റിനകത്ത് രണ്ട് പാരാമീറ്റേഴ്സ് വരും, ഏത് സബ്സ്ട്രിങ് ആണ് വരുന്നത്, കോമ അത് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം. എയ്ത്ത് വൺ ഇസ് സ്പ്ലിറ്റ്, സെപ്പറേറ്റർ ആണ്. ദെൻ നയൻത്ത് വൺ ഇസ് ട്രിം, both ends of the stringലുള്ള white spaces റിമൂവ് ചെയ്യും. 10th ലാസ്റ്റ് വൺ ഇസ് കോൺകാറ്റ്. കോൺകാറ്റ് എന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ സ്ട്രിങ്സിനെ കമ്പൈൻ ചെയ്യാം. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്ട്രിങ് മെത്തേഡ്സ് ആണ്. ഓക്കെ.